ഈസ്റ്റർ മെസ്സേജ്, ഉയർപ്പിൻ്റെ സന്ദേശം. ഓൺ ബിഹാഫ് ഓഫ് വിജയം മിനിസ്ട്രി and on behalf of Jesus Living Water and mine own behalf, I extend and give a happy Easter to every member and the family members who hear this message. God is good all the time. He is risen and he is no more there. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർപ്പാണ്. ജീവനുള്ള ദൈവം മരണത്തെ ജയിച്ച് നമുക്ക് വേണ്ടി മരണത്തെയും ശാപത്തെയും പാപത്തെയും ജയിച്ചവനാകിയാൽ ഐ വിഷ് യു വൺ മോർ ടൈം എ ഹാപ്പി ഈസ്റ്റർ. അതിൽ കൂടിയ ഭാഗ്യം ഈ ഭൂമിയിലൊന്നുമില്ല. ലോകത്തിൽ ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് തന്നെയായിരിക്കണം. ദിനം പ്രതി കർത്താവിൻ്റെ ഉയർപ്പ് ഓർത്തിരിക്കണം. കാരണം ഇഫ് ഹി ഹാസ് നോട്ട് റിസൺ അവർ ലൈഫ് വുഡ് ഹാവ് ബീൻ വേസ്റ്റ്. അപ്പോൾ നമ്മൾ 1 കൊരിന്ത്യറിനകത്ത് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, വളരെ പ്രധാനമായിട്ട് നമ്മളോട് വായിക്കാമെന്നും പരിശുദ്ധാത്മാവിൻ്റെ 1 കൊരിന്ത്യർ 15:14 ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് ഞാനിപ്പം വായിക്കുന്നത്. 15:14 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നാൽ our faith hinges on the great belief that there is an empty tomb. അതായത് ഒരു ഒഴിഞ്ഞ ശവക്കല്ലറ അവിടെ കിടപ്പുണ്ട്. ശവക്കോട്ടയ്ക്കകത്ത് ആ ശവത്തിന് ആ മന്ദിനകത്ത് ക്രിസ്തുവിൻ്റെ ശരീരം ഇല്ല എന്നുള്ള സത്യമാണ് നമ്മളെ ജീവിപ്പിക്കുന്ന സത്യമായി മാറ്റേണ്ടത്. യേശു അവിടെ ഇല്ല, ഈസ് റിസൺ. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും തൻ്റെ കൂടെ നടന്ന സ്ത്രീകളും വിളിച്ചു പറഞ്ഞ ഒരു ഭാഗമാണ് ആ ഭാഗം. നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്. ശബത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങിച്ചു. അവിടെ ക്രൂശ് മരണം കഴിഞ്ഞ് യേശുവിനെ അടക്കിക്കഴിഞ്ഞ് ശബത് ദിവസം കഴിഞ്ഞ്, അപ്പം ശബത് യഹൂദൻ്റെ ശബത് കഴിഞ്ഞെന്ന് ഓർക്കണം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതികാലത്ത്, അത് ഞായറാഴ്ചയാണ്, അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്ന്. രാവിലെ തന്നെ അവർ സുഗന്ധവർഗം കൊണ്ട് കർത്താവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റിയെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായി. എത്ര വലിയ ഭാരം നമ്മുടെ മുമ്പിൽ നിന്നാലും നീങ്ങിപ്പോട്ടെ, മാറിപ്പോകട്ടെ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ ഒരു ശക്തിക്കും, ലോകത്തിലുള്ള ഒരു ശക്തിക്കും അതിനു മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. അവർ തന്നെ പാതാള ഗോപുരങ്ങളെ ജയിച്ച ദൈവമാണ് എൻ്റെ ദൈവം എന്നുള്ളതാണ്. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയെങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. വേറെ മറ്റും യോഹന്നാനകത്തൊക്കെ 2 ദൂതന്മാർ ഇടതും വലതും ഇരിക്കുന്നതാണ്. ഇവിടെ ഒരാളെന്നാണ് പറയുന്നത്. പല സമയത്തിലായിട്ട് നമുക്ക് ചെല്ലുമ്പം അങ്ങനെ വ്യത്യാസം കാണാം. അത് ഒരാളുടെ കാര്യം തന്നെയാണ്, പക്ഷേ വി സീ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈം. അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രേനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. ഹി ഈസ് റിസൺ, ഹി ഈസ് നോ മോർ ഹിയർ. എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ ജീവിച്ചവനായ യേശുവിനെ നിങ്ങൾ നോക്കുന്നത്? അതാണ്. അവർ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവനെ വെച്ച സ്ഥലം ഇത്. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുൻപേ പോയി ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറയുവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. അപ്പം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ
അവർ സ്ത്രീകളാണ്. മഗ്ദലക്കാരത്തി മറിയയും യാക്കോബയുടെ അമ്മ മറിയയും ശലോമയും കൂടെ കർത്താവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാനായിട്ട് യഹൂദ നിയമം അനുസരിച്ച് അല്ലെ അവരുടെ കൾച്ചർ അനുസരിച്ച് സുഗന്ധവർഗവും പൂശണ്ടി സാധനവും കൊണ്ട് അതിരാവിലെ പോവുകയാണ്. നാം സ്നേഹിക്കുന്ന വ്യക്തികളെ കാണാൻ ഇരുട്ടിനൊന്നും ഒരു പ്രസക്തിയല്ല. പക്ഷേ ചില നിബന്ധനകൾ അല്ലെങ്കിൽ ക്രമങ്ങളുണ്ട്. അതായത് ഓർഡർ അനുസരിച്ച് ശബത്ത് ദിവസം ഒന്നും ചെയ്യാനൊക്കാത്തതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തു. ശബത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആഴ്ചവട്ടത്തിൽ ആദ്യ രാവിലെ തന്നെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ യേശുവിനെ കാണുന്നില്ല എന്ന് തന്നെയല്ല, അവിടെ അവർക്ക് ദൂത് കൊടുക്കാൻ ഒരു മാലാഖ അല്ലെങ്കിൽ ഒരു ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തു നമ്മളെ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. അവൻ എന്താ ചെയ്യുന്നത് നമ്മളോട് വ്യക്തമായിട്ടും സംസാരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഗ്ദലക്കാരത്തി മറിയെ ദൈവം ചൂസ് ചെയ്തു. എന്തിന്? ഈ രാവിലെ, അതായത് രാവിലെ വരണം എന്നുള്ള വിചാരം പോലും ദൈവമാണ് നമുക്കിട്ട് തരേണ്ടത്. ക്രിസ്തുവിനെ കാണണം എന്നുള്ള ചിന്ത പോലും മുകളിൽ നിന്ന് ഇട്ട് തരണം, അല്ലെങ്കിൽ വരത്തില്ല. നമ്മൾ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ സ്വർഗവും ഭൂമിയും ഇളക്കി അവൻ നമ്മുടെ മുമ്പിൽ വരും. അതിന് ഒരു അതിരുമില്ല. കർത്താവിൻ്റെ അതിശയമായ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയുമ്പം ഈ ദൈവത്തോടുള്ള സ്നേഹം നമ്മളെ പുതുസൃഷ്ടികളാക്കി മാറ്റുകയാണ്. ആ സ്നേഹത്തിനാണ് ബലം. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറും. എന്താണ് പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞതിനർത്ഥം? പഴയത് മാറി. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കത്തില്ല. 2 Corinthians 5:17, if anyone is in Christ, is a new creation. The old is gone. The new wine will never be poured into the old wineskin. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒഴിക്കത്തില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു പുതിയ നിയമത്തിൻ്റെ ആരംഭമായിട്ട് കൃപായുഗത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ദ ഡോർ ഈസ് ഓപ്പൺ. അതുകൊണ്ട് ദ എംപ്റ്റി ടോംബ് ഈസ് ദ ഹിഞ്ച് ഓൺ വിച്ച് അവർ ഫെയ്ത്ത് സ്റ്റാൻഡ്സ്. അതായത് ഒഴിഞ്ഞ ഒരു കല്ലറയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു താക്കോൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുകയാണ്, വാട്ട് ഈസ് ദി ഇംപ്ലിക്കേഷൻ? ബിക്കോസ് ക്രൈസ്റ്റ് ലീവ്സ് വി ടു ഷാൽ ലീവ്. ദ റിസറക്ഷൻ ഗ്യാരണ്ടീസ് ഡെത്ത് ഹാസ് നോ പവർ ഓൺ us. അതായത് the sting of death has gone, the grave has been defeated. അതിൻ്റെ ഉത്തരം, അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഏറ്റവും വലിയ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തെ ജയിച്ചു, അവൻ പാപത്തെ തോൽപ്പിച്ചു. നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പാപത്തിൻ്റെ ശക്തി, അതായത് മനുഷ്യന് പാപത്തോടൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏദൻ തോട്ടത്തിൽ നിറക്കി വിട്ട് കഴിഞ്ഞിട്ടുള്ള കയീന് അബേലിൻ്റെയും കാര്യത്തിൽ ദൈവം തമ്പുരാൻ കയീനോട് പറയുന്നു, എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് നമ്മുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? ഏത് പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? ദൈവം തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നു, എന്താ? നന്മ ചെയ്തില്ല എങ്കിൽ തിന്മ നിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരി നിർബന്ധമായിട്ടും ദൈവം പഠിപ്പിക്കുന്നത്, നമ്മൾ നന്മ ചെയ്യുന്നതിൽ ശ്രദ്ധയുള്ളവർ. ഇറ്റ്സ് എ കോൺഷ്യസ് എഫേർട്ട്. അതായത് നമ്മൾ വചനം പറയണമെന്ന് ആഗ്രഹിച്ച് അതിന് ബദ്ധപ്പാടുണ്ട്. വചനം കേൾക്കേണ്ടടുത്ത് പോയിരിക്കുക, അതിനൊരു പ്രിപ്പറേഷനുണ്ട്. ചർച്ചിൽ പോകണം, അതിനൊരു പ്രിപ്പറേഷൻ വേണം. അല്ല ചുമ്മാ പോയിട്ട് കാര്യമില്ല. നമ്മൾ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം അവർ ഒരുക്കത്തോടുകൂടെ പോയി. അവർ യേശുവിനെ കണ്ടില്ല എങ്കിലും ദൂത് കിട്ടി. അത് കഴിഞ്ഞിട്ട് യേശു അവർക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. ദൈവം നമ്മളെ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. യോഹന്നാൻ്റെ 14:19 പറയുന്നത്, വി സെർവ് എ ലിവിങ് സേവിയർ ഹു പ്രോമിസസ് ബിക്കോസ് ഐ ലീവ് യു ഓൾസോ ക്യാൻ ലീവ്. യോഹന്നാൻ്റെ 14:19. ദൈവം നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്, മരണത്തിൻ്റെ ദൈവമല്ല. മരണത്തെ ജയിച്ചവനാണ്. എത്ര പേർക്ക് രോഗം കൊണ്ടും ഭാരം കൊണ്ടും കടബാധ്യത കൊണ്ടും വിഷമം കൊണ്ടും ദുഃഖിക്കുന്നവരോട് ദൈവം പറയുന്നു, ഐ ആം റിസറക്റ്റഡ്. ഞാൻ അവിടെ ഇല്ല, നിങ്ങൾ അവിടെങ്ങും പോയി നോക്കണ്ട, എന്നെ ഈ വേദപുസ്തകത്തിനകത്ത് നോക്കുകയാണ്. 14:19 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. സോ വി ആർ റെയിനിങ് ഇൻ പവർ. ഈ സ്ട്രൈവിങ് സ്പിരിറ്റ് മാറണം.
എന്നീ ആവലാതി പറഞ്ഞുള്ള ജീവിതം മാറിയിട്ട് ജീവനുള്ള ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുന്നവരായി മാറുകയും എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ആത്മാവിൽ ബലമുള്ളവരായി മാറുകയും. കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ ആദാമിൽ എല്ലാവരും മരിച്ചെങ്കിൽ ക്രിസ്തുവിൽ ഇന്ന് എല്ലാവരും ജീവനുള്ളവരായി മാറുന്നു. അതായത് ജീവനിൽ വാഴുക എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിന് നിർബന്ധമാണ്. ഈ എബ്രായ ലേഖനത്തിൻ്റെ അവസാനത്തെ എബ്രായ ലേഖനം ലാസ്റ്റ് പോർഷന് വരുന്നതാണ്. പിന്നെ പൗലോസ് തൻ്റെ അവസാന കാലത്ത് വളരെ ജ്ഞാനത്തോടുകൂടി എഴുതിയൊരു ബുക്കാണ്. അതിനകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്. അവസാന വാക്യം എബ്രായ ലേഖനം 13:20 തൊട്ടുള്ള 21 വാക്യം വായിക്കുകയാണ്. 20 ഇങ്ങനെയാണ്: നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവനെ എന്നേക്കും ആമേൻ. എന്താണ്? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി തീരാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ നമ്മളെ ബലപ്പെടുത്തണം. നമ്മളെ തിരഞ്ഞെടുത്തവരാണ്. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ, അതായത് ദ ബ്ലഡ് കവനൻ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പറുദീസ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ട് പറുദീസയുടെ വാതിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തി വായിക്കുന്നുണ്ട്. പറുദീസയിലേക്ക് തിരിച്ചു കയറാതിരിക്കാൻ ദൈവദൂതന്മാർ സെറാഫുകൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. ആർക്കും അങ്ങോട്ട് തിരിച്ചു കയറാനൊക്കത്തില്ല. ബട്ട് ഇന്ന് കർത്താവിൻ്റെ ഉയർപ്പോടുകൂടി പറുദീസയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദുഃഖ ശനിയാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ ആദത്തിൻ്റെ അവ്വയുടെ അടുക്കൽ ചെന്നിട്ട് പുത്രനാകുന്ന യേശുക്രിസ്തു അവരുടെ കൈക്ക് പിടിച്ച് അവരെ തിരിച്ചു പറുദീസയിലേക്കുണ്ട്, മരിച്ചവരെ കൊണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അന്തരാത്മാവ് കാണേണ്ടത് എനിക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എപ്പം വേണമെങ്കിലും ആത്മാവിൽ എനിക്ക് പിതാവാം ദൈവത്തോടെ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു. ബിക്കോസ് ഹി ഈസ് റിസൺ. അവിടെ എവിടെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയല്ല, യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ആ ഇരിക്കുന്നിടത്ത് എന്നെയും കൂടി ഇരുത്തിയിരിക്കുന്നു. എന്നാ ഉന്നത പദവിയാണ്. ഇതിൽ കൂടുതൽ എന്നാ ഓണറാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് പറുദീസ നമുക്ക് വേണ്ടി തുറന്നു വന്നിരിക്കുന്നു. പറുദീസയിൽ പുനഃപ്രവേശനം നമുക്ക് തന്നിരിക്കുന്നു. ദൈവം പിതാവുമായിട്ടുള്ള ഉറ്റബന്ധം, നമ്മൾ അപ്പനും മക്കളും എന്നുള്ള ബന്ധം ഇതോടുകൂടെ തിരിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനയുള്ള ആടുകളായി മാറിയിരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം മക്കൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്ത് സ്നേഹം നമുക്ക് വേണ്ടത്? കർത്താവ് പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ഈസ്റ്റർ ദിവസം. കാരണം ഈസ്റ്റർ ദിവസം ഈ ദിവസമാണോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്ന് കർത്താവിൻ്റെ ഉയർപ്പ് മരണത്തെ ജയിച്ചു എന്ന് കാണിച്ചു എങ്കിൽ, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടാകുകയാണ്. അതാണ് ആ ഇന്നർ ഉള്ളിലുള്ള ആ ഉൾബലത്തെയാണ് ദൈവം നോക്കുന്നത്. വേറൊന്നും ദൈവം നോക്കുന്നില്ല. നമ്മുടെ പുറമേയുള്ള ശരീരം പട്ടുപോകും, പക്ഷേ അകത്തെ മനുഷ്യൻ പുഷ്ടി പിടിച്ചിട്ട് ക്രിസ്തു ഇരിക്കുന്ന എഫെസ്യർക്കെഴുതിയ ലേഖനം കൂടെ വായിക്കാം. കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തിയിട്ടുണ്ടെന്നുള്ള ബോധം നമ്മളെ ഭരിക്കണം. ആ ബോധത്തിലാണ് ഞാൻ നടക്കേണ്ടത്. അതൊന്നും ആര് വിചാരിച്ചാലും എടുത്തു മാറ്റാനൊക്കത്തില്ല. എഫെസ്യർക്കെഴുതിയ ലേഖനം 1:20 വാക്യം: അങ്ങനെ അവൻ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. സഭയെന്ന് പറയുന്നത് എന്താണ്? നമ്മളല്ലേ, വിശ്വാസികളല്ലേ. വിശ്വാസികൾക്ക് വേണ്ടി പറുദീസ തുറന്നു തന്നില്ലേ? വിശ്വാസികൾക്ക് വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്നെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളവിടെ ഇരിപ്പില്ലേ? എൻ്റെ മക്കളെ റെപ്രസെൻ്റ് ചെയ്തിരിക്കും. എൻ്റെ ആവശ്യങ്ങൾ പറയാൻ ഒരാളില്ലേ? എനിക്ക് വേണ്ടി സ്വർഗഭണ്ഡാരം തുറന്നു വെച്ചിട്ടില്ലേ? വരുവീൻ, നമുക്ക് യഹോവയ്ക്ക് ഘോഷിച്ച് ഉല്ലസിക്കാം. എൻ്റെ രക്ഷയുടെ പാറയിൽ നമുക്ക്
ആർപ്പിടുക, എൻ്റെ രക്ഷയുടെ പാറയിൽ ആർപ്പിട്ടിട്ട് ജീവകല്ലുകളായിട്ട് മാറണം. ഉറച്ച കല്ലിൻ്റെ കൂട്ട്, അതായത് ജീവകല്ലിൻ്റെ ഉറപ്പും ധൈര്യവും നമുക്കുണ്ട്. കർത്താവിൻ്റെ വചനം ചെന്ന് കൊണ്ടിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നത് വാങ്ങിച്ചെടുക്കുവാൻ നമ്മളെ ദൈവം ആഹ്വാനം ചെയ്യാണ്. ഈ അടുത്തിടയിലൊക്കെയുള്ളൊരു പാട്ടിനകത്തുനിന്ന് ഞാൻ കേട്ടതാണ്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൻ്റെ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണ്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവമാണ്. അവൻ്റെ സാന്നിധ്യം കൊണ്ട് ചുറ്റുപാടും അതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയും, അതിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മേൽ പടരുകയാണ്. യാക്കോബ് അന്നേരം ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. എന്താണ്? യാക്കോബ് ഉസർപ്പനാണ്. ഉസർപ്പൻ മീൻസ് ഉപായി എന്നാ പേര്. ഉപായിയായി യാക്കോബ് ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രഭുവായി മാറുന്നു. ഇടയൻ രാജാവായിട്ട് എഴുന്നേറ്റിരിക്കുന്നു. പോരെ, എൻ്റെ രാജാവ് നിത്യമായ ജീവൻ്റെ ഉറവിടം, അവനിൽ മരണമില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ മുൻപിൽ മരണമില്ല. ഇറ്റേണിറ്റി ഓൾറെഡി സ്റ്റാർട്ടഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ ആം ഇൻ ക്രൈസ്റ്റ് ജീസസ്. ആമേൻ. വി വിഷ് യു എ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, ബ്ലെസ്സഡ്, happy Easter for you and for your family. All the blessings. ദൈവം നമ്മളെ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഈസ്റ്റർ എന്നൊരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഉയർത്തെഴുന്നേറ്റ ദൈവത്തെക്കുറിച്ചാണ്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് നീ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക തന്നെയല്ല, ഞങ്ങളാകുന്ന സഭയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. മരണത്തെ ജയിച്ചു, ശാപത്തെ മാറ്റിത്തന്നു, രോഗത്തെ അകറ്റിത്തന്നവൻ ഞങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു. അന്നിനെ ഒരു നാൾ ഇട്ടേച്ചു പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം പറയുന്നു, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. എൻ്റെ ദൈവത്തിൽ സന്തോഷിപ്പാനുള്ളൊരു പ്രത്യേക വരം എന്ന് ചോദിച്ചു വാങ്ങിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന ദിവസം നിൻ്റെ നാമത്തിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. നാഥ, നനയ്ക്കുന്നതിലും അത്യന്തമായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ടുള്ള നിൻ്റെ ദിവ്യ സന്തോഷം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭരിക്കുവാൻ നീ ഇട്ട് തന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് ഈസ്റ്റർ ഡേയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചത് അടുത്ത ദിവസങ്ങളിലേക്കും പകരട്ടെ. ഈ നദി ഒരിക്കലും അടഞ്ഞു പോകത്തില്ലല്ലോ. കർത്താവേ, ഈ തുടങ്ങിയ വെള്ളം നാനാഭാഗത്തൊഴുകി നമ്മുടെ കുടുംബങ്ങളിൽ ചെന്ന്, മക്കളിൽ ചെന്ന്, മരുമക്കളിൽ ചെന്ന്, എല്ലായിടത്തും ചെന്ന് പുഷ്ടിയുള്ള ജീവിതമാക്കി ജീവവൃക്ഷത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന മക്കളാക്കി മാറ്റിയാൻ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഈസ്റ്റർ തന്നേനെന്ന്, ഒരു ഉയർപ്പ് തന്നേന് നന്ദി പറയുന്ന പിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.